വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള അവർ എർത്ത് എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 2 ഇനി നമുക്ക് നോക്കാനുള്ളത് കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്നുള്ള 72 പേജ് നമ്പർ 72 മുതലാണ് നോക്കാനുള്ളത്. ഓക്കെ, ബാക്കി അതുവരെയുള്ളതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് നോക്കാം. അന്തരീക്ഷത്തിലെ സംരചന, അതാ എന്തൊക്കെയാണ് അന്തരീക്ഷത്തിൽ ഉള്ളത് എന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, the presence of atmosphere is there up to an altitude of about 10,000 kilometers from the earth's surface. അഥവാ എർത്ത് സർഫേസിൽ നിന്നും 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത്. But it is estimated that 97% of the total atmosphere air exists up to the altitude of about 29 km above the earth's surface. അതാ നമുക്കറിയാം 97% അന്തരീക്ഷത്തിന്റെ വായു എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു എർത്തിന്റെ സർഫേസിലാണെന്നാണ് പറയുന്നത്. ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നു. അത്രയുമാണ് ആ ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടെന്ന് പറയുന്നത്. Then as altitude increases, the amount of gases decrease. അഥവാ ഉയരം ഇങ്ങനെ കൂടുന്തോറും അവിടെ എന്താ സംഭവിക്കുന്നത്? വാതകങ്ങളുടെ ഗ്യാസസിന്റെ ഡിക്രീസ് ആണ് കാണുന്നത്. ഗ്യാസസിന്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്സിജൻ ഇസ് ദ ലൈഫ് ഗിവിംഗ് ഗ്യാസ് ഫോർ ഹ്യൂമൻസ് ആൻഡ് അതർ ലിവിംഗ് തിങ്സ്. ഓക്സിജൻ എന്ന് പറയുന്നത് മനുഷ്യനും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ അത്യാവശ്യമാണ്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ഹെൽപ്സ് ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ദീസ് ടു ഗ്യാസസ് പ്ലേ എ വൈറ്റൽ റോൾ ഈസ് സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത്. നമുക്കറിയാം മനുഷ്യർക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും ഓക്സിജൻ വേണമെങ്കിലും പ്ലാന്റ്സിന് എന്ത് വേണം? അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഈ രണ്ട് ഗ്യാസസും ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. Then, apart from oxygen and carbon dioxide, what are the other gases present in the atmosphere? അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി ഏതൊക്കെയാണുള്ളത് എന്നാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഏതൊക്കെയാണ്? ഇവിടെ നോക്കൂ, ഇവിടെ 78% നൈട്രജൻ ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉള്ളത്. 21% ഓക്സിജൻ ആണ്. ബാക്കി 1% എന്ന് പറയുന്നത് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോണ്, സെനോണ്, ഹൈഡ്രജൻ, ഇതൊക്കെയാണ് 1% എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നൈട്രജന്റെ സാന്നിധ്യമാണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത്. ബാക്കി 21% ഓക്സിജനും 1% ആണ് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ഗ്യാസസ് ഒക്കെ ഉള്ളത്. Then, which is the most abundant gas present in the atmosphere? അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. What is the combined percentage of nitrogen and oxygen to the total atmospheric composition? അഥവാ നൈട്രജനും ഓക്സിജനും കൂടി അന്തരീക്ഷത്തിലെ ആകെ എത്ര ശതമാനമാണ് ഉൾക്കൊള്ളുന്നത്? എത്രയാണ്? 99% ആണ്. 99%. Then next, the process by which water from the earth's surface heated by the sun and reaches the atmosphere as vapor is called evaporation. അഥവാ അന്തരീക്ഷത്തിൽ സൂര്യന്റെ താപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ഇവാപറേഷൻ എന്ന് പറയുന്നത്. The presence of water vapor in the atmosphere is only up to 90 km from the earth surface. എർത്ത് സർഫേസിൽ നിന്നും ആകെ 90 കിലോമീറ്റർ വരെയാണ് നമുക്ക് ഈ ഒരു വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് ഒക്കെ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. Apart from gases and water molecules, dust particles are also part of the atmosphere. അതുപോലെ അറ്റ്മോസ്ഫിയറിലുള്ളത് ഈ ഒരു ഗ്യാസസ് മാത്രമാണോ? അല്ല, അവിടെ ഉള്ളത് വാതകങ്ങളുണ്ട്, അതുപോലെ തന്നെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, കൂടാതെ ഡസ്റ്റ് പൊടിപടലങ്ങളും ഒക്കെ ഉള്ളതാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ വെറും ഗ്യാസസ് മാത്രം ഉള്ളതല്ല. Dust particles are usually found in atmosphere near the earth surface. എർത്ത് സർഫേസിന്റെ തൊട്ടായിട്ട് തന്നെ നമുക്ക് അറ്റ്മോസ്ഫിയറിൽ വളരെയധികം ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൌണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫ്രം ക്ലൗഡ്സ്. എന്താണ് നമുക്കറിയാം, ക്ലൗഡ്സ് ഒക്കെ ഉള്ളത് അറിയാം അല്ലെ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നത്, ക്ലൗഡ്സ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
Hence, these fine dust particles in the atmosphere are called hygroscopic nuclei. ഇതിനെയാണ് നമ്മൾ ഹൈഗ്രോസ്പോണിക് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. അഥവാ അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ കാണുന്ന ഈ പൊടിപടലങ്ങളൊക്കെ, നേർത്ത പൊടിപടലങ്ങളെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഹൈഗ്രോസ്പോണിക് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. Then let's see how dust particles reach the atmosphere. എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എത്തുന്നത്? ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്, കാറ്റിലൂടെ അന്തരീക്ഷത്തിൽ എത്തുന്നു. കമ്മിങ് ഔട്ട് ഡ്യൂറിംഗ് വോൾക്കാനിക് ഇറപ്ഷൻ, വോൾക്കാനിക് ഇറപ്ഷനിലൂടെ പുറത്തു വരുന്നത്. ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ബേണിംഗ് ഓഫ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഉൽക്കകളൊക്കെ കത്തുന്നതിലൂടെ വരുന്ന ചാരങ്ങൾ. പിന്നെ എങ്ങനെയൊക്കെയാണ്? ഡസ്റ്റ് ജനറേറ്റഡ് ബൈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമ്പോൾ അവിടെ ഡസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ആഷ് ആൻഡ് ഡസ്റ്റ് ജനറേറ്റഡ് ബൈ വൈൽഡ് ഫയേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഇതുപോലെ തന്നെ ആഷും ഡസ്റ്റും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. Then next one, see how atmosphere helps in the survival of ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? കോസസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന, എന്താണ്? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട്. പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ സൺറൈസ്, അതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള സൺറൈസിനെയൊക്കെ സംരക്ഷിക്കുന്നു. ഇനി എന്തൊക്കെയാണ്? റെഗുലേറ്റ്സ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷത്തിലെ ആ ഒരു ടെമ്പറേച്ചറിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ. പ്രൊവൈഡ്സ് ഓക്സിജൻ ടു ലിവിംഗ് ഓർഗാനിസംസ്, പ്രൊട്ടക്ട്സ് ദ എർത്ത് ഫ്രം മെറ്റോറിയറ്റ്സ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള ഹെൽപ്പ് എന്ന് പറയുന്നത്. Write down how each of the following factors help to sustain life on the earth. ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിലെ ഓരോ ഘടകവും ഓരോ ഫാക്ടേഴ്സും എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ അറ്റ്മോസ്ഫിയറിക് എയർ ആണ്. അറ്റ്മോസ്ഫിയറിക് എയർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്സിജൻ ദ ലൈഫ് ഗിവിംഗ് ഗ്യാസ് ഫോർ ഹ്യൂമൻസ് ആൻഡ് അതർ ലിവിംഗ് തിങ്സ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ഹെൽപ്സ് ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അഥവാ ഓക്സിജൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ഹ്യൂമൻസിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ലിവിംഗ് തിങ്സിനും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് പ്ലാന്റ്സിനൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതെ ജീവൻ നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഈ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ വാട്ടർ പാർട്ടിക്കിൾസ് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കോസസ് ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് റെയിൻ. ക്ലൗഡ് ഫോർമേഷനും റെയിനും ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ വാട്ടർ പാർട്ടിക്കിൾസ് ആണ്. നെക്സ്റ്റ് വൺ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? വാട്ടർ വേപ്പർ condenses around the fine dust particles in the atmosphere to form clouds. അവിടെ വാട്ടർ വേപ്പർ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഡസ്റ്റ് വേണം അല്ലേ? അതുപോലെ തന്നെ ഡസ്റ്റ് ഉണ്ടായാൽ മാത്രമേ അവിടെ ഒരു വാട്ടർ വേപ്പർ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ക്ലൗഡും നമുക്ക് ഉണ്ടാകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മൂന്നും ഇങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കൂ, ഹാവിൻറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫോർ ദ സർവൈവർ ഓഫ് ഓൾ ലിവിങ് ബീയിങ്സ്. എന്താണ്? ജീവികളുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ അന്തരീക്ഷത്തിലെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി അല്ലേ? ഇമാജിൻ ദ സിറ്റുവേഷൻ വെൻ ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് പൊല്യൂട്ടഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹൗ ഡസ് ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ് പൊല്യൂട്ടഡ്? എങ്ങനെയാണ് അന്തരീക്ഷം മലിനമാകുന്നത്? എങ്ങനെയാണ്? The mixing up of smoke, toxic gases and other chemicals in the air that alters the composition of atmosphere is known as atmospheric pollution. അവിടെ സ്മോക്കിലൂടെയും ടോക്സിക് ഗ്യാസസിലൂടെയും കെമിക്കൽസിലൂടെയും ഒക്കെ എന്താണ്? എയർ പൊല്യൂട്ട് ആവുകയാണ്. അതിൻ്റെ കോമ്പോസിഷനിൽ ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ആണ് ഉണ്ടാകുന്നത്. വാട്ട് ഈസ് എ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ പൊല്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷം മലിനമാകുന്ന അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്നുള്ളത്. Atmospheric pollution. The mixing up of smoke, toxic gases and other chemicals in the air that alters the composition of atmosphere is known as atmospheric pollution. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ മിക്സ് ആകുമ്പോൾ അവിടെ എന്താണ്? അതിൻ്റെ കോമ്പോസിഷനിൽ മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള പിക്ചേഴ്സ് നോക്കൂ, ഒരുപാട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? ഫാക്ടറിയിൽ നിന്ന് വരുന്ന സ്മോക്ക്. രണ്ടെന്ന് പറയുന്നത് വെഹിക്കിൾസ് അല്ല, ഒരുപാട് വെഹിക്കിൾസ് നിന്ന് വരുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൽ നിന്ന് വരുന്നത്. ഈ ഒരു ഫാമിംഗ് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ നമ്മൾ തീയിടുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഗ്യാസ്, സ്മോക്ക്. അതുപോലെ തന്നെ ഫയർ വർക്കിൽ നിന്ന് വരുന്നത്, വോൾക്കാനിക് ഇറപ്ഷനിൽ നിന്ന് വരുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള കാരണങ്ങൾ. വാട്ട് ആക്ടിവിറ്റീസ് കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ?
അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാകാനുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എന്താണ്? സ്മോക്ക് ഫ്രം ഇൻഡസ്ട്രീസ്, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് വെഹിക്കിൾസ്, ബേണിംഗ് ഓഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക്സ്, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സ് റെസിഡ്യൂസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ യൂസ് ഓഫ് ഫയർ വർക്ക്, വോൾക്കാനിക് ഇറപ്ഷൻസ്, യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, വാട്ട് കോസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഇൻ ഇൻഡസ്ട്രിയൽ സിറ്റീസ്? എന്താണ്? നമുക്കറിയാം വ്യവസായ നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കൂടുതലാണ്. കാരണം എന്താണ്? അവിടെ വാഹനങ്ങൾ കൂടുതലായിരിക്കും, സ്മോക്ക് ഫ്രം ഇൻഡസ്ട്രീസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നുണ്ട്. When coal, petroleum fuels, diesel, etc. are burned, many gases such as carbon dioxide, carbon monoxide, sulfur dioxide, etc. അഥവാ നമുക്കറിയാം ഈ ഒരു കോള്, പെട്രോളിയം ഫ്യൂവൽസ്, അതുപോലെ തന്നെ ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധി വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. Then in the atmosphere these gases mix with the rainwater making it acidic and reaches the earth as acidic rain. ഇതെന്താണ്? അന്തരീക്ഷത്തിൽ എത്തുന്നതോട് കൂടിയിട്ട് ഇത് റെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ആസിഡായിട്ട് ഭൂമിയിലേക്ക് തന്നെ വരികയാണ്. ഇതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഇഫ് ദ pH വാല്യൂ ഓഫ് റെയിൻ വാട്ടർ ഈസ് ലെസ് ദാൻ 5, നോർമൽ ആയിട്ടുള്ള റെയിൻ വാട്ടറിന്റെ pH എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആസിഡ് റെയിൻ. ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ ഈസ് 7. പക്ഷേ ഈ സമയത്ത് ആസിഡ് കൂടി ഉണ്ടാവുമ്പോൾ അവിടെ എന്താണ്? ഇത് 7 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് 7 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു മഴയെയാണ് നമ്മൾ ജലത്തിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. പക്ഷേ ഇവിടെ അത് കുറഞ്ഞിട്ട് മഴവെള്ളത്തിന്റെ മൂല്യം 5 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വാല്യൂ 5 ആയിട്ട് മാറും. അപ്പോൾ അവിടെ ആസിഡ് മഴയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താണ് സ്മോക്ക് എന്ന് പറയുന്നുണ്ട്. പുകമഞ്ഞ് എന്താണ്? സ്മോക്ക് ഈസ് എ ബ്ലെൻഡ് ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. എന്താണ്? പുകയും മൂടൽമഞ്ഞും ചേർന്ന ഒരു പുകയുടെ രൂപമാണ് സ്മോക്ക് എന്ന് പറയുന്നത്. സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, വെഹിക്കിൾസ്, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചർ റെസിഡ്യൂസ് എക്സെട്ര ഫിൽ ദ അറ്റ്മോസ്ഫിയർ. എന്താണ് സംഭവിക്കുന്നത്? വ്യവസായശാലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ പുകയും പൊടിപടലവും അന്തരീക്ഷത്തിൽ നിറയുകയാണ് ചെയ്യുന്നത്. ദീസ് ദെൻ മിക്സ് വിത്ത് ഫോഗ് ടു ഫോം സ്മോക്ക്. ഇത് ഫോഗുമായിട്ട് മിക്സ് ചെയ്തിട്ട് സ്മോക്ക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മെനി സ്റ്റഡീസ് ഷോ ദാറ്റ് എയർ പൊല്യൂഷൻ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് സ്ട്രോക്ക്, ഹാർട്ട് ആൻഡ് ലങ് ഡിസീസസ്. ഇങ്ങനെ ഇത്തരത്തിലുണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? എയർ പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ അവിടെ സ്ട്രോക്ക് ഉണ്ടാവാനും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനും ലങ് ഡിസീസ്, ശ്വാസപരമായിട്ടുള്ള ഒരുപാട് ഡിസീസ് ഉണ്ടാവാനൊക്കെ കാരണമാകുന്നുണ്ട്. ദെൻ hope now you know about the ways in which air gets polluted and harm caused by it. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് അന്തരീക്ഷ മലിനീകരണം, ഏതൊക്കെ വിധത്തിലാണ് നടക്കുന്നത്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതിൽ നിന്നും നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വൺ വേരിയസ് സൊല്യൂഷൻസ് ആണ്. ഇനി ഇതിലുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വാട്ട് ക്യാൻ വി ഡു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? എങ്ങനെയാണ് നമുക്ക് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നത്? ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെയുള്ള പിക്ചേഴ്സ് ഒക്കെ നോക്കുക. റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ആൻഡ് പ്രസന്റ് ഇൻ ദ ക്ലാസ്. അതിനുശേഷം നിങ്ങൾ ഇതിന്റെ ഫൈൻഡിങ്സ് ഒക്കെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? നമുക്കറിയാം, നമുക്ക് പ്ലാന്റ്സ് ഒക്കെ അല്ലേ, പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. അതുപോലെ തന്നെ സോളാർ എനർജി ഉപയോഗിക്കാം. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ ഫാർ വി ഹാവ് ഡിസ്കസ് ദ കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? അന്തരീക്ഷത്തിലെ കോമ്പോസിഷനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. നൗ ലെറ്റ് സീ ദ സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, the atmosphere is classified into 5 different layers based on temperature condition. ടെമ്പറേച്ചർ കണ്ടീഷൻ്റെ ബേസ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ 5 തരത്തിലായിട്ട് 5 ലെയേഴ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആ ഒരു സംഭവമാണ് ഇവിടെ ഡയഗ്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും താഴെ അഥവാ സർഫേസിലുള്ളത് ട്രോപ്പോസ്ഫിയർ ആണ്. അതിന് മുകളിലുള്ളത് സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മെസോസ്ഫിയർ, ദെൻ തെർമോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. ഇങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ അറ്റ്മോസ്ഫിയറിലെ ആ ഒരു ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ആ 5 ലെയേഴ്സ് ആണ് ഉള്ളത്. ദെൻ
ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ നമ്മൾ പറഞ്ഞു, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പോൾ പേരുകൾ ജസ്റ്റ് ഇവിടെ എഴുതി കൊടുത്താൽ മതി. ഹാവ് യു ഐഡന്റിഫൈഡ് ആൻഡ് ലിസ്റ്റഡ് ദ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ? നൗ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി 5 ലെയർ ഏതൊക്കെയാണെന്ന്. ഇനി 5 ലെയറിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ട്രോപ്പോസ്ഫിയർ ആണ്. ഇറ്റ് ഈസ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇതെന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള ലെയർ ആണ് ഈ ഒരു ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ആൻ ആവറേജ് ഹൈറ്റ് ഓഫ് 30 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫേസ്. എർത്ത് സർഫേസിൽ നിന്നും 13 കിലോമീറ്റർ ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദ ഹൈറ്റ് റേഞ്ച് അബൌട്ട് 80 കിലോമീറ്റർ അറ്റ് ദ പോൾസ് ടു 80 കിലോമീറ്റർ അറ്റ് ദ ഇക്വേറ്റർ. അഥവാ ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഇക്വേറ്ററിൽ നിന്ന് 18 കിലോമീറ്ററും ഉയരമാണ് ഇതിനുള്ളത്. ദിസ് ഈസ് ബിക്കോസ് ദ ടെമ്പറേച്ചർ ഈസ് ഹൈ ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ. ഇതുകൊണ്ടാണ് ഈ ഒരു ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇക്വറ്റോറിയൽ റീജിയനിൽ കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വെപ്പർ ആർ മോസ്റ്റ് അബണ്ടന്റ് ഇൻ ദിസ് ലെയർ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വെപ്പറൊക്കെ വളരെയധികം കൂടുതലാണ്. അറ്റ്മോസ്ഫിയറിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് എക്സെട്രാ occurs in this layer. അതുമാത്രമല്ല ഈ ഒരു ലെയറിലാണ് എന്തുള്ളത്, റെയിൻ ഉള്ളത്, അതുപോലെ തന്നെ ക്ലൗഡ് ഫോർമേഷൻ ഉള്ളത്, സ്നോ ഉള്ളത്, വിൻഡ് ഉള്ളത്, എല്ലാം ഈ ഒരു ലെയറിലാണ് ഉള്ളത്. An important feature of troposphere is that the temperature of the atmosphere decreases at the rate of 1 degree Celsius for every 165 meters from the surface on the earth. എന്താണ് ട്രോപ്പോസ്ഫിയറിൽ ഒരു പ്രധാനമായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്, എർത്ത് സർഫേസിൽ നിന്നും ഓരോ 165 കിലോമീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് നോർമൽ ലാപ്സ് റേറ്റ്. ഇതിനെയാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വൈ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. എന്തുകൊണ്ടാണ് ഇതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെയർ ആണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പർ ആർ മോസ്റ്റ് അബണ്ടന്റ് ഇൻ ദിസ് ലെയർ. അറ്റ്മോസ്ഫിയറിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് എക്സെട്രാ occurs in this layer. അഥവാ ഇതിൽ എന്ന് പറയുന്നത് വാട്ടർ വേപ്പറും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് ഇതെല്ലാം ഉള്ളത് ഈ ഒരു അറ്റ്മോസ്ഫിയറിക്കിലാണ്, ഈ ഒരു ലെയറിലാണ്. അതുകൊണ്ടാണ് ഇതിനെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ ലൈക്ക് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എക്സെട്രാ ഫീൽ കോൾഡ്. അഥവാ നമുക്കറിയാം വളരെ ഉയർന്ന പ്രദേശമായിട്ടുള്ള ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യം തണുപ്പ് അനുഭവപ്പെടാറുണ്ട് അല്ലേ. അതിന് കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദ ടെമ്പറേച്ചർ ഇൻ ദ ട്രോപ്പോസ്ഫിയർ ഡിഗ്രീസ് അറ്റ് 1 ഡിഗ്രി സെൽഷ്യസ് ഫോർ എവറി 165 മീറ്റേഴ്സ് ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത്. ദിസ് ഈസ് വൈ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ ലൈക്ക് ഊട്ടി, മൂന്നാർ ആൻഡ് കൊടൈക്കനാൽ ഫീൽ കോൾഡ്. എന്താണ് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഓരോ 165 മീറ്റർ എർത്തിന്റെ സർഫേസിൽ നിന്ന് ഉയരത്തിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉള്ള റീജിയൻസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കോൾഡ്, വളരെ തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ഇറ്റ് ഈസ് എ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ജസ്റ്റ് അബവ് ദ ട്രോപ്പോസ്ഫിയർ. എന്താണ് ഈ ഒരു ലെയർ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള ഒരു ലെയർ ആണ്. ദ ആവറേജ് ഹൈറ്റ് ഈസ് അബൌട്ട് 50 കിലോമീറ്റേഴ്സ് ഫ്രം ദ എർത്ത് സർഫേസ്. എർത്ത് സർഫേസിൽ നിന്നും 50 കിലോമീറ്റർ മുകളിലാണ് ഈ ഒരു അടുത്ത ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയർ ഉള്ളത്. ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ആഫ്റ്റർ എ സ്പെസിഫിക് ഹൈറ്റ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ദ ഓസോൺ ലെയർ ഈസ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ലെയർ എന്ന് പറയുന്നതും ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 25 കിലോമീറ്റർ ഫ്രം ദ സർഫേസ്. അഥവാ സർഫേസിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് നിലകൊള്ളുന്നത്, ഈ ഓസോൺ ലെയർ നിലകൊള്ളുന്നത്. ദെൻ ഓസോൺ, എർത്ത് ഷീൽഡ്. എന്താണ് ഓസോൺ എന്ന് പറയുന്നത്? ഭൂമിയുടെ ഒരു എർത്ത് ഷീൽഡ് ആണെന്ന് നമുക്ക് പറയാം. The presence of ozone gas in the atmosphere protects the earth by blocking the harmful ultraviolet rays from the sun. അഥവാ സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നത് ഈ ഒരു ഓസോൺ ആണ്. ഓക്കെ, then if ultraviolet rays reach the earth's surface at an increased rate is harmful to living organisms and ecosystem. ഈ ഒരു അൾട്രാവയലറ്റ് രശ്മികൾ നല്ല രീതിയിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ പതിച്ചു കഴിഞ്ഞാൽ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥക്കൊക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്.
ഇനി വാട്ട് ആർ ഹാം ഡസ് അൾട്രാവയലറ്റ് റേസ് കോസ് ഓൺ ദ എർത്ത്? എന്തൊക്കെയാണ് അൾട്രാവയലറ്റ് റേസ് കൊണ്ട് നമ്മുടെ എർത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്സിനും ഒക്കെ ഒരുപാട് ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തേത് കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, അഥവാ ഫുഡ് ചെയിനിൻ്റെ ആ ഒരു തകർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ ക്രോപ്പ് ഡാമേജ്, കൃഷികളുടെ നാശം ഉണ്ടാവും. സ്റ്റെൻഡിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, സസ്യങ്ങളുടെ വളർച്ചയൊക്കെ മുരടിക്കുകയാണ് ചെയ്യുന്നത്. ഏർലി ഏജിങ്, അകാല വാർദ്ധക്യം, അതുപോലെ തന്നെ ബ്ലൈൻഡ്നെസ്, അതുപോലെ തന്നെ കാട്രാക്റ്റ്, അന്ധത, തിമിരം, ഇതൊക്കെ ഉണ്ടാവും. സ്കിൻ ക്യാൻസർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ദോഷങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഓസോൺ. നമ്മൾ പറഞ്ഞു ഓസോൺ ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. അതിപ്പോൾ എന്താണ് ഓസോൺ ഡേ എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. സെപ്റ്റംബർ 16 ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ. ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ഒബ്സർവിംഗ് ദിസ് ഡേ ഈസ് ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് പീപ്പിൾ അബൌട്ട് ദ നീഡ് ടു പ്രൊട്ടക്ട് ഓസോൺ ലെയർ ആൻഡ് ടു കൺട്രോൾ ദ യൂസ് ഓഫ് പ്രൊഡക്ട്സ് ദാറ്റ് കാൻ കോസ് ഓസോൺ ഡിപ്ലീഷൻ. എന്താണ്, നമുക്കറിയാം എല്ലാ വർഷവും സെപ്റ്റംബർ 16 നമ്മൾ ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഈ ഒരു ഓസോൺ ഡേ കണ്ടക്ട് ചെയ്യുന്നത്. വാട്ട് ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡൺ ഇൻ ക്ലാസ് ആൻഡ് സ്കൂൾ ഓൺ ഓസോൺ ഡേ? ഓസോൺ ഡേയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ സ്കൂളിൽ ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് അവയർനെസ് ക്ലാസ് എടുക്കാം, പ്ലക്കാർഡ്സ് ഉണ്ടാക്കാം അല്ലേ, അതുപോലെ തന്നെ സ്പെഷ്യൽ അസംബ്ലി കണ്ടക്ട് ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് അടുത്ത ലെയർ ആയിട്ടുള്ള മെസോസ്ഫിയറിനെ കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. This atmospheric layer extends from about 50 km to 80 km above stratosphere. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു മെസോസ്ഫിയർ എന്ന ലെയർ ഉള്ളത്. The phenomenon of decrease in temperature with the increase in height is present in this layer also. ഇവിടെ എന്താണ്, ഈ പാളിയിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. Then, at an altitude of about 80 km from the surface, the temperature drops to 100 degrees Celsius. ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം, ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും അവിടുത്തെ താപനില എന്ന് പറയുന്നത് -100 ആയിരിക്കും. ഓക്കെ, -100 ഡിഗ്രീസ് താഴുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഹിയർ. ഇവിടെയാണ് ഈ ഏറ്റവും കുറഞ്ഞ താപനില നമുക്ക് അനുഭവപ്പെടുന്നത്. മോസ്റ്റ് ഓഫ് ദ മെട്രോസ് ദാറ്റ് എൻ്റർ ദ എർത്ത് സർഫേസ് ബേൺ ഡൗൺ ഇൻ ദിസ് ലെയർ. ഇവിടെയാണ് പ്രധാനമായിട്ടും ഉൽക്കകളൊക്കെ വരുമ്പോൾ മിക്ക ഉൽക്കകളും അവിടെയാണ് കത്തിയിട്ട് ബേൺ ചെയ്തിട്ട് ഡൗൺ ആയിട്ട് പോകുന്നത്. ഓക്കെ, കത്തിച്ചാരമാവുന്നത് ഈ ഒരു പാളിയിൽ, ഈ ഒരു ലെയറിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് വൺ തെർമോസ്ഫിയർ ആണ്. The thermosphere is the layer of atmosphere that lies about 80 to 400 kilometer above the mesosphere. മെസോസ്ഫിയറിൽ നിന്നും 80-400 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ഒരു തെർമോസ്ഫിയർ കാണുന്നത്. The temperature increases with an increase in altitude. ഇവിടെ എന്താണ്, ഇവിടെ ഉയരം കൂടുന്തോറും താപനില കൂടി വരികയാണ് ചെയ്യുന്നത്. The lower part of the thermosphere is called ദ അയനോസ്ഫിയർ. ഇവിടുത്തെ ഈ ഒരു ലോവർ പാർട്ടിലെ തെർമോസ്ഫിയറിനെ നമ്മൾ അയനോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. എന്താണ് അയനോസ്ഫിയർ എന്ന് വിളിക്കാനുള്ള കാരണം? അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 80 to 400 കിലോമീറ്റർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, ഇന്റൻസ് സോളാർ റേഡിയേഷൻ സച്ച് ആസ് അൾട്രാവയലറ്റ്, എക്സ് റേസ് എക്സെട്ര കൺവേർട്ട് ദ ഗ്യാസ് മോളിക്യൂൾസ് ഇൻ ടു അയൺസ്. അഥവാ അന്തരീക്ഷത്തിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലെ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതതന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ദിസ് പ്രോസസ് ഈസ് കോൾഡ് അയോണിസേഷൻ ആൻഡ് ദ റീജിയൻ വേർ ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് അയനോസ്ഫിയർ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അയനോസേഷൻ എന്ന് പറയുന്നത്. ഇത് നടക്കുന്ന റീജിയനെ നമ്മൾ അയനോസ്ഫിയർ എന്നും പറയുന്നു. അയൺ ക്യാൻ conduct electricity. Radio waves are electromagnetic waves. Therefore, this region enable ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ അയണുകൾ വളരെ പെട്ടെന്ന് തന്നെ വൈദ്യുതിയെ കടത്തിവിടുന്നുണ്ട്. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ പ്രക്ഷേപണം നടത്തുന്ന മേഖലയായിട്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ നടത്തുന്നത് ഈ അയനോസ്ഫിയറിൽ വെച്ചിട്ടാണ്.
ഇനി നെക്സ്റ്റ് വൺ എക്സോസ്ഫിയർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇതെന്താണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ്, ഏറ്റവും മുകളിലുള്ള ലെയർ ആണ് ഈ ഒരു എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ദ പ്രസൻസ് ഓഫ് എയർ മോളിക്യൂൾസ് ഇൻ ദ എക്സോസ്ഫിയർ വിച്ച് ലേസ് അബൌട്ട് 400 കിലോമീറ്റർ ഫ്രം ദ സർഫേസ് ഗ്രാജുവലി ഡിക്രീസസ് ആൻഡ് ദ ലെയർ ബിക്കം എ പാർട്ട് ഓഫ് ദ ഔട്ടർ സ്പേസ്. എന്താണ്? ഇവിടെ 400 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷം ലെയറിലെ വായു തന്മാത്രയുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the next one, prepared identity card as the model given below by including the characteristics of the atmospheric എർത്ത് അറ്റ്മോസ്ഫിയർ. അഥവാ ഇപ്പോൾ നമ്മൾ ഒരുപാട് 5 ലെയേഴ്സിനെ കുറിച്ചിട്ട് പഠിച്ചു. അപ്പോൾ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു ID കാർഡ് പോലെ ഉണ്ടാക്കാനാണ് പറയുന്നത്. നെയിം ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് ലെയർ, ഏതെങ്കിലും ഒരു ലെയറിൻ്റെ പേര് എഴുതുക. എന്നിട്ട് ആൾട്ടിറ്റ്യൂഡ് ഫ്രം ദ എർത്ത് സർഫേസ്, ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം എത്രയാണ്, ആൾട്ടിറ്റ്യൂഡ് എത്രയാണെന്ന് എഴുതുക. ദ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണെന്ന് എഴുതുക. അതർ ഫീച്ചേഴ്സും എഴുതുക. അപ്പോൾ ഓരോന്നിൻ്റെയും 5 എണ്ണത്തിൻ്റെയും നിങ്ങൾ ഇതുപോലെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ അറ്റ്മോസ്ഫിയറിക് ലെയർ ആൻഡ് ദ ഫ്യൂച്ചേഴ്സ് ആർ ഗിവൺ ബിലോ, മാച്ച് ദം അക്കോർഡിംഗ്ലി. താഴെ തന്നിട്ടുള്ളത് 5 അറ്റ്മോസ്ഫിയറിക് ലെയറും അതിൻ്റെ ഫീച്ചേഴ്സുമാണ് തന്നിട്ടുള്ളത്. അത് കറക്റ്റായ രീതിയിൽ നിങ്ങളെടുത്ത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണെന്ന് പറയാം. എയർ മോളിക്യൂൾസ് ഗ്രാജുവലി റെഡ്യൂസ് ആൻഡ് ഡിസോൾവ് ഇൻ ടു സ്പേസ് എന്നുള്ളതാണ്. ഓക്കെ, എയർ മോളിക്യൂൾസ് ഗ്രാജുവലി റെഡ്യൂസ് ആൻഡ് ഡിസോൾവ് ഇൻ ടു സ്പേസ്. നെക്സ്റ്റ് വൺ തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടത് ലൊക്കേറ്റഡ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 80 to 400 കിലോമീറ്റർ എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ മിസോസ്ഫിയർ ആണ്. മിസോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് 2 എണ്ണം ഉണ്ട്. ഒന്ന് ദ ലെയർ വിത്ത് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്നുള്ളതും അതുപോലെ തന്നെ ദ ലെയർ വേർ മെറ്റോൾസ് ബേൺ ടു ആഷ് എന്നുള്ളതുമാണ്. ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരെണ്ണം ഉള്ളത് സോൺ വേർ ഓസോൺ ഈസ് പ്രസന്റ് എന്നുള്ളതാണ്, ഓസോൺ കാണപ്പെടുന്നു എന്നുള്ളത്. ലാസ്റ്റ് വൺ ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് ആകെ ഒന്നാണ്. ദ ലെയർ ഇൻ ടെമ്പറേച്ചർ ഡിക്രീസ് അറ്റ് എ സർട്ടൻ റേഞ്ച് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. വി ഹാവ് ഡിസ്കസ് ദ എർത്ത്സ് ഇന്റീരിയർ, അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഡീറ്റെയിൽ. അഥവാ നമ്മൾ ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണ് പഠിച്ചത്? എർത്തിൻ്റെ ഇന്റീരിയറിനെ കുറിച്ചിട്ട്, അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട്, അറ്റ്മോസ്ഫിയറിക് ലെയറിനെ കുറിച്ചിട്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അറ്റ്മോസ്ഫിയറിക് ആൻഡ് ടെറിസ്റ്ററി features play a crucial role in enabling the surface of flora and a fauna on the earth. അഥവാ ഭൂമിയിലെ സസ്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പ് സാധ്യമാകുന്നത് അന്തരീക്ഷത്തിൻ്റെയും അതുപോലത്തെ എർത്ത് സർഫേസിൻ്റെയും ഫീച്ചേഴ്സ് അനുസരിച്ചിട്ടാണ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് എർത്തിൻ്റെ സർഫേസും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു പാഠഭാഗം. ഇതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി. ഇതിൽ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. പ്രിപ്പയർ എ മോഡൽ ഓഫ് ദ എർത്ത് സർഫേസ് സ്ട്രക്ചർ ആൻഡ് ഡിസ്പ്ലേ ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ്. അഥവാ നിങ്ങളുടെ അടുത്ത് ഭൂമിയുടെ സ്ട്രക്ചർ ഒന്ന് ഉണ്ടാക്കാനാണ്, മോഡൽ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്നുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ് പ്രിപ്പയർ സ്ലൈഡ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ഫ്യൂച്ചേഴ്സ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ അതിൻ്റെ സ്ട്രക്ചറിനൊക്കെ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ലൈഡ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത് ഇന്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്. പ്രിപ്പയർ എൻ എസ്സേ ഓൺ അറ്റ്മോസ്ഫിയറിക് സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെ ഘടന, അതിൻ്റെ ഫീച്ചേഴ്സ് എന്നിവ ഉൾപ്പെടുത്തി ഒരു എസ്സേ പോലെ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഉടൻ തന്നെ നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു എർത്ത് എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.